ഇവിടെ ആടി വിളിച്ചാൽ അതിനെക്കാട്ടി ഇത് അപ്പുറത്ത് പോവും. വരുന്നത് കേട്ടോ. ഇവള് പൂച്ചയെ നോക്കുന്നുണ്ട്. ചാടിപ്പോയി പിടിക്കുമോ? ഇല്ല പോവാ. വേണ്ടാന്ന്. പൂച്ചയുമായിട്ടുള്ള കൂട്ടം എനിക്ക് വേണ്ട. പോവാ. മുഖത്തെല്ലാം അഴുക്കാക്കി, മൂച്ചയെല്ലാം മണ്ണാക്കി. രാവിലെ ചെറിയൊരു വെയിൽ വന്നപ്പം തുണിയെല്ലാം അലക്കിയിട്ടിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് ഈ കിണറിൻ്റെ ഈ ഭാഗമെല്ലാം പായൽ പിടിച്ച് കിടക്കുക. അപ്പോൾ നമ്മൾ ഇതുവഴി നടക്കുമ്പോൾ തെന്നി വീഴുമായിരുന്നു. അതിന് രാവിലെ ഇപ്പം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇട്ടു. നമ്മളിങ്ങോട്ട് ഇറങ്ങുന്ന വഴിയുടെ അവിടെ. പിങ്കി അകത്തിരുത് തുറക്കാൻ വേണ്ടി സൗണ്ട് വെക്കുന്ന കേട്ടോ. വിടട്ടെ. അപ്പം അവിടെ സൈഡിലെ കാർഡ് എടുക്കുക. ഒരു വാക്കത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അവിടുത്തെ ആ കൊന്നക്കമ്പ് വെട്ടാൻ. പിങ്കിക്കുഞ്ഞിറങ്ങാൻ വേണ്ടി ഇവിടെ ചവിട്ടും തൊഴിയും നടത്തുന്നുണ്ട്. വാ, ഇറങ്ങി വാ. വായോ. രക്ഷപ്പെട്ടു. ഉമ്മ വന്നു. അയ്യോ, ഇറക്കിയതിൻ്റെ സ്നേഹത്തിന് ഉമ്മയും തന്നു. അപ്പോൾ അപ്പയുടെ അടുത്ത് പോക്കോ. അപ്പയുടെ അടുത്ത് പോക്കോ. വാ അപ്പയുടെ അടുത്ത് വാ. പോക്കോ. ഇട്ടതിൻ്റെ സന്തോഷം. ആ വഴിയുടെ അവിടെ പോകാനാ, എല്ലാം ഒന്നിനുമല്ല. നമ്മൾ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന കൊന്നക്കമ്പ് വെട്ടാനാണ് വന്നത്. ഇതേപോലെ നമ്മൾ ഒരു തവണ വെട്ടിയാണ്, പക്ഷെ പെട്ടെന്ന് കിളിച്ചു. ഇത് വെട്ടി വിടുവാണെങ്കിൽ ഒരു വൃത്തിയാകും. ഈ താഴെ നിൽക്കുന്നോണ്ട് വെട്ടിയാ. ചേർത്താ വെട്ടുന്നേ. പെട്ടെന്ന് കിളിക്കേ പോകാൻ. അപ്പം ഇവക്ക് ആ വാടി ഒരെണ്ണം കൊടുത്തേ. ആ പൂച്ച ഇപ്പം പറപ്പിക്കും. അവിടെ അമ്മയുണ്ട്. അമ്മ തന്നെ തരും. പൂച്ച പേടിച്ച് നോക്കുന്നു. വെയിലിന് നല്ല ചൂടുണ്ട്. സക്സസ്. കിട്ടി. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ആയുധവും. ഈ വെളിയിലോട്ട് വീഴുന്ന നമുക്ക് എടുത്ത് കളയാലേപ്പാ. ഹായ്. അങ്ങനെ അതും വെട്ടി. പൂച്ച ഇരിക്കുന്നുണ്ട് അവിടെ. പൂച്ച ഇവളെ നോക്കുന്നുണ്ട്. ഇവള് പൂച്ചയെ നോക്കുന്നുണ്ട്. ചാടിപ്പോയി പിടിക്കുമോ? ഇല്ല പോവാ. വേണ്ടാന്ന്. പൂച്ചയുമായിട്ടുള്ള കൂട്ടം എനിക്ക് വേണ്ട. പോവാ. കുറേ നേരം നോക്കിയിട്ടങ്ങ് തിരിഞ്ഞു. ഈ അയ്യത്തോടെ കയറിപ്പോയി നിൽക്കുന്നുണ്ട് അവിടെ. അതുവഴി മേളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ആരും കാണത്തില്ലല്ലോ അല്ലേ? അതിനു വേണ്ടിയല്ലേ അവിടെ പോയി നിൽക്കുന്നേ? അല്ല പിങ്കി? അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ആയുധം മേടിച്ചിട്ട് ഇനി അപ്പയാണ് വെട്ടുന്നത്. ഞാൻ ഈ സൈഡിലെ 3 എണ്ണം വെട്ടിക്കളഞ്ഞു. കാവ നിൽക്കുന്ന ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് പോച്ചയായേ അല്ലേ? തിരിഞ്ഞ് നോക്കി എവിടെ വരെ കയറിപ്പോയി നോക്കിക്കേ. പിങ്കി നോക്ക് എവിടെ വരെ പോയി. കയറി പോവാ. എന്നിട്ട് അവിടെ പോയി തിരിഞ്ഞ് നോക്കും. എന്നിട്ട് ചിരിക്കും അവിടെ നിന്ന്. കയറി പോകുന്നുണ്ടോ അവളം പിടിച്ച്? കുളിപ്പിക്കാം പിങ്കിയെ. കുളിപ്പിക്കട്ടെ? ഇന്ന് കുളിപ്പിക്കും. കുളിക്കുന്ന കാര്യം പറയുമ്പോഴേ ഓടും. വരുന്നു. കുളിപ്പിക്കണ്ട, ഞാൻ വരുവാ. അത് എവിടെ ഓടുവാ? അണയ്ക്കുന്നു. വെള്ളം കുടിച്ചിണ്ടേ? പോയി വീട്ടിൽ പോയി വെള്ളം കുടിക്കുക. വെള്ളം കുടി. മുഖത്തെല്ലാം അഴുക്കാക്കി, മൂച്ചയെല്ലാം മണ്ണാക്കി. അയ്യോ എൻ്റെ പൊന്നേ, എവിടെ പോവാ?
ഇപ്പോൾ വൃത്തിയായി അല്ലേ? നല്ല വെയിലുമായി. കുറച്ച് മുളക് കൂടെ പറിച്ചുകൊണ്ട് പോയല്ലേ. കോവയ്ക്ക ഉണ്ടോ? ആഹാ, കൊള്ളാലോ. ഈ ഏത് കൊല്ലല്ലേ? ഈ കൊല്ലല്ലേ പറിക്കില്ലെന്നല്ലേ അപ്പ പറഞ്ഞേ? തത്ത കൊണ്ടുപോയി. ശടാ, തത്തയുടെ ഒരു കാര്യം. വിത്തിനില്ല അപ്പം. അപ്പുറത്തെ കൊല്ലേന്ന് പറിക്കും. അവിടെ ആണല്ലോ, ഇവിടെ ഇല്ലേ? ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്. അപ്പം ഇതെടുത്ത് വെക്കണ്ടേ? അല്ലെങ്കിൽ തത്ത കൊണ്ടുപോകും. ഒരു പഴുത്ത മുളകുണ്ട്. ഇതേ ഇല്ല പറിക്കാൻ. മുളക് പറിക്കാൻ ഞങ്ങളുടെ പിങ്കി കുഞ്ഞൻ റെഡി. അണച്ച് നടക്കുവാ വെയിലത്തൂടെ. പോയി വെള്ളം കുടിക്ക്. അങ്ങനെ പുറത്തുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ലഞ്ചെന്ന് പറയുന്നത് ചോറ്, നമ്മളിപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച് കോവയ്ക്ക് മുളകും എല്ലാം കൂടെ ഒരു മെഴുക്കുരട്ടി ആക്കിയിട്ടുണ്ട്. ഇതാണേൽ ഉണക്കമീൻ കറി, തേങ്ങ അരച്ച കറി, പിന്നെ മുളക്. പിന്നെ ഇതിനും കഴിക്കാം. തക്കാളിയൊക്കെ ഇട്ട് ഉണക്കമീൻ കറി മെഴുക്കുരട്ടിയോടെടുത്ത് കഴിക്കാം. അടിപൊളി. ഉണക്കമീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് ഓരോ മുളക് കൂടെ കടിക്കാം. വലിയ എരിവില്ലാത്ത മുളകായതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.